എന്തിനാണ് കയറി വരുന്ന ചോദ്യമാണ്. എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്? ഉം? അപ്പോ ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള മുറിയന്മാര് കാരണം. കണ്ടോ, ഫക്രുദ്ദീനെ പോലെയുള്ള പെണ്ണുപിടിയന്മാര് കാരണം. ഇവന്മാരുടെ ഇസ്ലാമും മുസ്ലിമും ഒക്കെ തങ്കക്കട്ടിയാണെങ്കിൽ അവിടെ വച്ചുകൊണ്ടിരിക്കണം. അതും എടുത്തിട്ട് ആരാന്റെ നെഞ്ചത്ത് പൊങ്കാല ഇടാൻ വന്നാൽ നമ്മൾ ഇതുപോലെ വലിച്ചു കീറി വെയിലത്ത് വെക്കും. അപ്പോ പിന്നെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകത്തില്ല. ഒരല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ നിലവിളിക്കേണ്ടി വരും. ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. ചാനല് പൂട്ടിക്കാൻ ഓഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. എടാ, ഒന്നോ രണ്ടോ പേരുടെയൊക്കെ വായ നിങ്ങൾ മൂടിക്കെട്ടിയാല് നിങ്ങളുടെ ഈ ഇസ്ലാമും മുസ്ലിമും ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കുമെന്നാണോ നിങ്ങളുടെയൊക്കെ ധാരണ? ഇല്ല. നിങ്ങളുടെയൊക്കെ വേഷം കെട്ടുകള് ചില സന്ദർഭങ്ങളിലെങ്കിലും ആരിലൂടെയെങ്കിലും പുറത്തും വരും. നമ്മളത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് കാര്യങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഇത്രയും കാലവും ഇവരെ ചതിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും ഇരിക്കുവാണ് എന്ന യാഥാർത്ഥ്യം ആളുകൾക്ക് മനസ്സിലായി. രാജ്യദ്രോഹികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് പോലെ തന്നെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലാകട്ടെ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകണ്ടേ. ഒരു അഖിലയെ ഹാദിയയാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശരിക്കു പറഞ്ഞാൽ അതും നന്നായില്ലേ. ആടുമേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുറിയന്റെ അണ്ടി കണ്ടപ്പോഴേക്ക് ആകാംക്ഷാഭരിതരായി ചാടി വീഴാൻ പുറപ്പെട്ടിരുന്ന അവളുമാർക്കൊക്കെ ഒരു പാഠം കിട്ടിയില്ലേ? പെറ്റ തള്ള മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും കാണാൻ അനുവദിക്കാത്ത വിധം ഇവരുടെ മനസ്സുകൾ മലീമസമായി കഴിഞ്ഞു. കാഫിറുകളോടുള്ള വിരോധം ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിൽ ഇവരുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ചില ഫോണുകളിലൊക്കെ ബാറ്ററികൾ ഇൻബിൽറ്റ് ആകുന്നത് പോലെ ഇവന്റെയൊക്കെ തലച്ചോറിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രവിരോധം ഇൻബിൽറ്റ് ആയി കഴിഞ്ഞു. ഒരു കൊച്ചിനെ കുടുംബത്തിൽ നിന്ന് അകറ്റിയെടുത്ത് അതൊരു മടലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അകറ്റിയെടുത്ത് മതം മാറ്റി റെഡിമെയ്ഡ് ആയിട്ടൊരു ഭർത്താവിനെയും കൊണ്ടുപോയി നിർത്തി, അതും ചീറ്റി. രണ്ടാമത് വേറൊരു കെട്ടിയോനെ കൊണ്ടുവന്ന് നിർത്തി, അതും ചീറ്റി. പെറ്റ തള്ള മരിച്ചിട്ടു പോലും ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത വിധം കാഫിറായിട്ടുള്ള ആളുകൾ ഇവരുടെ മനസ്സിൽ എത്രമാത്രം നീചവും നികൃഷ്ടവുമായി കഴിഞ്ഞു എന്നൊന്ന് ചിന്തിച്ചു നോക്കും. മാതാവ് മരിച്ചാൽ വിടാത്ത ഭാര്യയെ പിതാവ് മരിച്ചാൽ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇസ്ലാമിൽ ഒരു അല്പമെങ്കിലും പ്രാധാന്യമുള്ളത് മാതാവിനാണ്. തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല? ഈ മതം ക്യാൻസർ ആണ് എന്ന് തെളിയിക്കാൻ 100 കണക്കിന് തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട് മുന്നോട്ട് വെക്കാൻ. ഹിജാബ് ധരിച്ചില്ല, ഉടനെ അടിയായി പിടിയായി. ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും ഒരു ഹിജാബിന്റെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ മുറിയന്റെ വാർത്ത ഏതു മാധ്യമങ്ങളിലാ നിങ്ങൾ കാണുക? ഏതു മാധ്യമങ്ങളാണ് ഈ വാർത്ത നിങ്ങൾക്ക് പറഞ്ഞു തരിക? ശരി കേട്ടോ, നമ്മൾ പറയും കേട്ടോ, നമ്മൾ പറയുക തന്നെ ചെയ്യും. നമുക്ക് ആരെയും പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിൽ ഹിജാബിനും നമസ്കാരത്തിനും മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾക്കുമുള്ള പ്രാധാന്യവും കമ്പൽസറിയും എത്രയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ വെറുതെ പറയുന്നതാണ് മുസ്ലിം വിരോധമാണ് എന്നൊക്കെയാ നിങ്ങൾ പറയുക. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. ബുർക്ക ധരിക്കാതെ പുറത്തിറങ്ങിയതിന്റെ പേരിൽ ഭാര്യയും 2 പെൺമക്കളെയും കൊലപ്പെടുത്തി വീടിന് സമീപം കക്കൂസിനായി നിർമ്മിച്ച കുഴിയിൽ മറവ് ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. യുപിയിലെ ഷാംലിയിൽ താഹിറ മക്കളായ ഷെറിൻ, അഫ്രീൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. താഹിറയുടെ ഭർത്താവ് ഫാറൂഖ് പിടിയിലായി. ഭാര്യ ബുർക്ക ധരിക്കാതെ പുറത്തു പോയതാണ് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു. താഹിറയും 2 മക്കളെയും കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഗ്രാമത്തലവനാണ് മൂവരെയും കാണാതായതായി ചൊവ്വാഴ്ച പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്.
തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫാറൂഖിനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഫാറൂഖ് കുറ്റം സമ്മതിച്ചെന്നും മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പറഞ്ഞെന്നും പോലീസ് സൂപ്രണ്ട് MP സിംഗ് അറിയിച്ചു. FPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി 3 മൃതദേഹവും പുറത്തെടുത്തു. താഹിറ ഫാറൂഖിനോട് കുറച്ച് പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമായി. തുടർന്ന് ദേഷ്യത്തിൽ താഹിറ ബുർക്ക ധരിക്കാതെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. ഇത് അപമാനമായി ഫാറൂഖിന് തോന്നിയെന്നാണ് പോലീസ് പറയുന്നത്. ഒരു മാസത്തിന് ശേഷം പ്രതി ഭാര്യയും മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഫാറൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച പിസ്റ്റളും വെടിയുണ്ടകളും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിലെ കാന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഖാരി ദൌലത്ത് ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നത്. ഡിസംബർ 10 നടന്ന കൊലപാതകം സംബന്ധിച്ച വിവരം ഒരാഴ്ച കഴിഞ്ഞാണ് പുറത്തറിഞ്ഞത്. ഫറൂഖിന്റെ പിതാവ് തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിച്ച് പോലീസിനെ സമീപിച്ചിരുന്നു. പോലീസ് ഫാറൂഖിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാളെല്ലാം നിഷേധിക്കുകയും പോലീസിനെ കബളിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ തളർന്ന് കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. ഭാര്യ താഹിറയെ മൂത്ത മകൾ ആഫ്രീനെയും വെടിവെച്ച് കൊന്നതാണെന്നും ഇളയ മകൾ സെഹ്റിനെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ഇയാൾ വെളിപ്പെടുത്തി. 3 പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഇയാൾ കുറ്റസമ്മതം നടത്തി. ഒരു കഷ്ണം തുണിയുടെ വില പോലും മനുഷ്യന്മാർക്കില്ല എന്ന് എത്രയോ കാലം മുമ്പ് നമുക്ക് മനസ്സിലായതാ. ഇറാനില് മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ മത പോലീസ് ആ പെൺകുട്ടിയെ വെടിവെക്കുക മാത്രമല്ല, ആദ്യം ജീവനോടെ ആ കൊച്ചിന്റെ മൂക്ക് മുറിച്ചു. 22കാരിയായി അതിന്റെ മൂക്ക് മുറിച്ചു, മുടി മുറിച്ചു, അടിവയറ്റിൽ ചവിട്ടി അതിനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാന് അവന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. ബുർക്ക ധരിക്കാതെ ഭാര്യ വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഇവന്റെ മതം ഒലിച്ചുപോയി, ഇവന്റെ മതവികാരം വ്രണപ്പെട്ടു പോയി. അതുകൊണ്ട് 1 മാസത്തോളം ഇവന്റെ മനസ്സിൽ പക സൂക്ഷിച്ചിട്ട് സന്തോഷത്തോടെ സ്നേഹം നടിച്ച്, ഇവർക്ക് ഇതൊക്കെ പറ്റും, സ്നേഹം നടിച്ച് ചെന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ഭാര്യയെയും മൂത്ത മകളെയും വെടിവെച്ചു കൊന്നിട്ട് ചെറിയ കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലണമെങ്കിൽ ഇവന്റെ ഒക്കെ മനസ്സിലുള്ള മതം എന്ന് പറയുന്ന മാരകമായ വൈറസിന് ക്യാൻസർ എന്നല്ലാതെ മറ്റെന്ത് പേരാ വിളിക്കുക? ഈ മതം എന്ന ക്യാൻസർ മനസ്സിലേക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് മനസ്സിലാണ് ബാധിക്കുന്നത്. പിന്നീട് അത് പ്രവൃത്തികളിലാക്കി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ചല്ലോ, ക്യാൻസർ ആയല്ലോ, ഇനി ഇവനെയും കൊണ്ടല്ലേ ഇവൻ പോകത്തുള്ളൂ. ഇത് മതം പാലിക്കാത്തവരൊക്കെ ഇവർക്ക് ശത്രുക്കൾ. നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് ഓരോരുത്തര് പൂര തെറി പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ കാരണം? ഇതാണ് ഇവരുടെ തലയിൽ. ചില ഓൺലൈനോളി ഉസ്താദന്മാരുണ്ട്, ഓൺലൈനിലെ നിൽക്കൂ. നമ്മൾ പബ്ലിക്കായിട്ടൊരു ഡിബേറ്റിന് വിളിച്ചാൽ വരാൻ മുട്ടടിക്കും, പറ്റില്ല. എല്ലാവരെയും കളിയാക്കും, പരിഹസിക്കും. ആളെല്ലാം തികഞ്ഞ ആള്, അയാൾക്കില്ലാത്ത ഒരു കുറ്റവും കുറവുമില്ല. പക്ഷേ എല്ലാം തികഞ്ഞവനാണ് എന്നാണ് കക്ഷിയുടെ ഒരു ധാരണ. മറ്റുള്ളവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ആരും നേർക്ക് നേരെ ചെല്ലത്തില്ല എന്ന ഒരു ധാരണ കൂടിയുണ്ട്. ഇല്ല, കളിയാക്കലെങ്കിൽ തിരിച്ചും കളിയാക്കൽ, തെറി വിളിയെങ്കിൽ തിരിച്ചും തെറി വിളി, തന്തയ്ക്ക് വിളിയെങ്കിൽ തന്തയുടെ തന്തയ്ക്ക് തിരിച്ചു വിളിക്കും. ഉണ്ടോ ഡിബേറ്റിന്? ഇതാണ് കാരണം. തലച്ചോറിലുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണ്. 1000 പേരെ ഒരുമിച്ച് എന്റെ പ്രവാചകൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിയാണ് ശരിയെന്ന് പറയുന്നവർ, 1000 പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണെന്ന് പറയുന്നവർ എന്ത് ചെയ്യും? തലച്ചോറിൽ ഇതല്ലേ പറയാൻ പറ്റുമോ? പീസ്ഫുൾ റിലീജിയൻ. കൊള്ളാം. ഭർത്താവ് എങ്ങാനും ഇനി സംഘി ആയിരിക്കുമോടെ? ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഘി വേഷമിട്ടിട്ട് വല്ലതും ആണോടെ കെട്ടിയോൻ പിന്നെ താഹിറായെ കൊന്നത്? അതൊക്കെ കൂടി നിങ്ങളൊന്ന് പറയാം. ഇവിടെ എന്താ മുദ്രാവാക്യം? മതമാണു മതമാണു മതമാണ് വലുത്, അല്ലേ? അതെ, എനിക്ക് എന്റെ സ്വത്വബോധം വേണമെന്ന്. ക്യാൻസർ, ഈ വൈറസിനെ
മനുഷ്യനിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പൂർണ്ണമായും ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയത തലച്ചോറിൽ നിന്നും കഴുകി വൃത്തിയാക്കി സംസ്കരിച്ച് ഒരു പച്ചയായ മനുഷ്യനാകണമെങ്കിൽ ഈ ലഹരി അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. നമ്മൾ ഇത്രയും പച്ചയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്താണ് ഇവർക്ക് മനസ്സിലാകാത്തത് എന്നൊന്നും ചോദിക്കരുത്. ഈ വൈറസ് തലച്ചോറിൽ കയറി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഇത് പോകത്തില്ല. ഒരുപാട് വർഷങ്ങളുടെ പരിണാമത്തിന് വിധേയമാകണം, എന്നാലേ ഇത് മാറൂ. അതെന്താ പച്ചയ്ക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലായല്ലോ, അതെന്താ ഇവർക്ക് മനസ്സിലാകാത്തത് എന്നൊന്നും ചോദിക്കരുത്. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയത തലച്ചോറിലേക്ക് ഇംബിൽറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ജനതയെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ വലിയ ബാധ്യതയാണ്, ശ്രമകരമാണ്. അത്ര പെട്ടെന്നൊന്നും പറ്റില്ല പോയി കിട്ടാൻ. ഒരുപാട് ഈ ഗോത്രീയത എത്രമാത്രം ഇവരിൽ നിന്നും മാറുന്നോ അത്രമാത്രം മാത്രമേ അവന് ഒരു ആധുനിക മനുഷ്യനായി തുടരാൻ പറ്റൂ. അതുവരെ ഇത് തുടരും. എട്ടിൽ 39 നോക്ക് രാജേഷേ, 8ൽ 39 നോക്ക്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വസ്തുതകൾ പുറത്തു പറയാൻ പാടില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഒരു ഹിജാബ് ധരിച്ചില്ല, അതിന്റെ പേരില് ഭാര്യയെയും സ്വന്തം മക്കളെയും വെടിവെച്ചു കൊല്ലുക എന്ന് പറയുമ്പോ ഇവര് പറയുന്നു ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഏത് മതത്തിലാ ബലാത്കാരമില്ലാത്തത്? ലക്കും ദീനുക്കും വലിയ ദീൻ. ഓ, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം. ആർക്കാരുടെ മതം? എല്ലാവർക്കും എന്റെ മതം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം അല്ലാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആ മാരകമായ വിഷം, ആ കൊടും വിഷം, ആ വൈറസ്, ഈ വിഷമായതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. ഇപ്പോ ഇവരെ പ്രതിരോധിക്കാൻ ജനങ്ങൾ തന്നെ തയ്യാറെടുത്തു. ഇവരുടെ ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതവുമായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ ജനങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറായി. ആ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന ഈ കമ്മിയെയും കൊങ്ങിയെയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കണം എന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല. അതാണ് വാസ്തവം, അതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് വെളിവ് വെച്ചില്ലേ? ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയില്ലേ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതല്ലേ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ, അനുഭവങ്ങളൊക്കെ. അതെ, ഞാന് 3-4 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചേ. ഇതൊന്നും മറക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ മറന്നു തുടങ്ങുമ്പോൾ ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ജനങ്ങൾ എത്രമാത്രം ബോധവാന്മാരാണ് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്.
ജനക്കൂട്ടമാണോ? നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. SDPI പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ ഒരു പ്രകടനമാണിത്. വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ആ പ്രകടനത്തിൽ അവർ വിളിച്ചു പറയുന്നത്. വെല്ലുവിളികളും ഭീഷണികളും കൊണ്ട് നിറഞ്ഞ ആ പ്രകടനം നാട്ടുകാർ എത്രയെന്ന് വെച്ചാണ് സഹിച്ചു കേട്ടു നിൽക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ മുൻപിൽ ആകെ ഉണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് അവരെ തല്ലി ഓടിക്കുക എന്നത് മാത്രമായിരുന്നു. അവസാനം ഗതി കെട്ടപ്പോൾ നാട്ടുകാർ അതും ചെയ്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. തലശ്ശേരിയിൽ ഇന്നലെ വൈകിട്ട് നടന്ന SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യവും വെല്ലുവിളികളും നിറഞ്ഞത്. പ്രകടനം അക്രമാസക്തമായതോടെ നാട്ടുകാർ ഇടപെടുകയും ഇവരെ തല്ലി ഓടിക്കുകയും ചെയ്തു. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നാദാപുരം, കടവത്തൂർ, പാറക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നടക്കം പ്രവർത്തകരെ എത്തിച്ചാണ് തലശ്ശേരിയിൽ SDPI പ്രകടനം നടത്തിയത്. RSS പ്രകടനം നടത്തിയതിന്റെ മറുപടി എന്നോണമാണ് SDPI അവിടെ പ്രകടനം നടത്തിയത്. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും പ്രകടനക്കാർ തകർത്തു. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസായ വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരം ആക്രമിക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്തുണ്ടായിരുന്ന BJP RSS പ്രവർത്തകരും ഓഫീസ് പരിസരത്തെത്തി. BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സംഭവം കണ്ടുനിന്ന നാട്ടുകാർ അടക്കമുള്ളവർ പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരെ തിരിയുകയായിരുന്നു. തുടർന്ന് ഇവർ തിരിഞ്ഞോടുന്ന വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു SDPI നടത്തിയത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാലും സംഭവം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി വീഡിയോകൾ പ്രചരിച്ചതോടെ SDPI ആകെ നാണം കെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയമൊക്കെ ആകാം, എന്നാൽ പരിധിക്കപ്പുറം കടന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് തലശ്ശേരിയിലെ നാട്ടുകാർ. അധികമായാൽ അമൃതും വിഷമാണ്. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിച്ച മുദ്രാവാക്യം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അന്ന് അവിടെ ആരെങ്കിലും ഇതുപോലെ ഇവന്മാർക്ക് 4 എണ്ണം കൊടുത്തോടിക്കാനുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ആ അവസ്ഥ വരുമായിരുന്നില്ല. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ കാത്തു വെച്ചിരിക്കുകയാണ്, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് അരിയും മലരും കുന്തിരിക്കവുമായി ചെന്ന് കയറി കൊടുത്തതാ. പിന്നീട് ഒരിക്കലും അവർക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഇന്നും ആളുകൾ മനസ്സിലാക്കുന്നു ഇവരുടെ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള തീരുമാനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ചിന്തിക്കാൻ കാരണമായത്. ഹിന്ദു കുടുംബത്തിൽ നിന്നൊരു കൊച്ചിനെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് റെഡിമെയ്ഡായിട്ട് കെട്ടിയോനെയും ഉമ്മായെയും വാപ്പായെയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒടുവില് അതിന്റെ തള്ള മരിച്ചപ്പോഴും സുഖമില്ലാതെ കിടന്നപ്പോഴും പോലും അതിനെ വിടാതെ പീഡിപ്പിച്ചത് ഇവരുടെ കഴിവും മികവുമല്ല, ആ കൊച്ചിന്റെ കഴിവുകേടാ. ഇതും അതുപോലെ തന്നെയാണ്. കാസർകോട്ടെ ജനത കഴിവുകെട്ടവരാണ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ പോപ്പുലർ ഫ്രണ്ട് SDPI-ക്കാരെ ശരിക്കും അങ്ങോട്ട് കൈകാര്യം ചെയ്തു. രഞ്ജി ശ്രീനിവാസനെ കൊന്നപ്പോഴും ഒക്കെ ഇവര് വിചാരിച്ചത് ഇവര് ഭയങ്കര മിടുക്കന്മാരാണ്, ഇവര് ഭയങ്കര കേമന്മാരാണെന്നാ. അല്ല, നിങ്ങൾ കേമന്മാരായതുകൊണ്ട് മാത്രമല്ല, എതിരാളിയുടെ ഭയവും വലിയ ഒരു ശതമാനം ഇതിന് കാരണമാണ്. പക്ഷേ ഇനി അങ്ങനെ മറ്റുള്ളവർ ഭയന്ന് നിൽക്കുമോ എന്നതൊരു ചോദ്യമാണ്. എത്ര ആളുകൾ ഇനിയും നിങ്ങളുടെ ഈ ഉമ്മാക്കികൾ കണ്ട് ഭയന്നു മിണ്ടാതിരിക്കും? ഉണ്ടാകുമോ അങ്ങനെ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞു തരാം. BJP NDA 2025 കോർപ്പറേഷനിലെ സീറ്റ് വർധനവ് നിങ്ങൾ കണ്ടോ? 2020 തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് 35 സീറ്റ്. 2025 ആയപ്പോൾ അത് 50 ആയി.
ജനങ്ങൾ ബോധവാന്മാരായതുകൊണ്ടാണ്. അതുപോലെ കൊല്ലത്ത് 2020 6 2025 അത് 12. കൊച്ചിയിൽ 5 ഇന്നത് 6. തൃശ്ശൂർ 6 8. കോഴിക്കോട് 7 13. കണ്ണൂര് 1 4. ജനങ്ങൾക്ക് വെളിവ് വെച്ചു തുടങ്ങി. അവര് ചിന്തിക്കാൻ തയ്യാറായി. ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മളെ ഭരിക്കേണ്ടത്? മനസ്സിലായി. ഇക്കഴിഞ്ഞ 2014 തുടങ്ങിയ നരേന്ദ്രമോദി ഭരണം ഈ 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്താണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നിങ്ങളിനിയും സ്റ്റേജ് കെട്ടി നുണപ്രചാരണങ്ങൾ ഒന്നും നടത്തേണ്ടി വരില്ല. ആളുകൾക്കറിയാം. കൈപ്പത്തി ജയിക്കാത്തത് കൊണ്ട് ഇനി എനിക്ക് കയ്യേ വേണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ജനങ്ങൾക്കറിയാം, നന്നായി അറിയാം. ആ അറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജനങ്ങൾ പ്രതികരിക്കാൻ പഠിച്ചു. ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ് എന്താണ് ജനാധിപത്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. കാരണം ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാതെ രാജ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രധാനമന്ത്രി. ഈ മോദി ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ക്രൈസ്തവർക്ക് വേണ്ടിയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ അല്ല ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 11 വർഷമായിട്ട് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയപ്പോൾ ആരാണ് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തെരഞ്ഞുപിടിച്ച് ദ്രോഹിച്ചത്? എത്ര മുസ്ലിങ്ങളുടെ നിലയാണ് അപകടത്തിലായത്? എത്ര മുസ്ലിങ്ങൾക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത്? എത്ര മുസ്ലിങ്ങളാണ് നാടുപേക്ഷിച്ച് ഓടേണ്ടി വന്നത്? സംഘപരിവാരങ്ങൾ എത്ര മുസ്ലിങ്ങളെയാണ് കൊന്നു കൊലവിളിച്ചത്? എത്ര മുസ്ലിങ്ങളുടെ വീടുകൾ കയറിയാണ് സംഘപരിവാരങ്ങൾ ആക്രമണം നടത്തിയത്? എത്ര കമ്മികളെയും കൊങ്ങികളെയുമാണ് സംഘികൾ ഉപദ്രവിച്ചത്? ഇടുക്കിയില് മെത്രാനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതും അരമനെ അടിച്ച് തകർത്തതും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. മാധ്യമങ്ങൾക്കറിയാം. അവരുടെ പേര് പറയില്ല, വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെടുത്ത് ആ മഴുവുമായി കണ്ണൂര് പോയി 10 വർഷം സുഖസുന്ദരമായി ഒളിവിൽ ജീവിച്ച സവാദ് സംഘപരിവാറുകാരനായിരുന്നോ? നരേന്ദ്രമോദിയുടെ വലം കൈയായിരുന്നോ? മുസ്ലിം കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റു കുട്ടികൾക്ക് പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട എരുമേലിയില് കായിക അധ്യാപകനെയും അവിടത്തെ പ്രധാന അധ്യാപികയെയും സ്കൂളിൽ കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തല്ലിച്ചതച്ച് പ്രശ്നമുണ്ടാക്കിയത്, പ്രകോപനമുണ്ടാക്കിയത് സംഘപരിവാറുകാരായിരുന്നോ? എന്തേ അണ്ണാക്കിൽ എന്തെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ഇതൊന്ന് തുറന്നു പറയാൻ? ഹാഗ്യ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ്കാക്കി മാറ്റിയപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അണ്ണാക്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ പൂട്ടി അത് അവിടെയൊക്കെ അല്ലാഹു അക്ബർ മുഴങ്ങട്ടെ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് ലേഖനം എഴുതിയതും അടുപ്പ് കൂട്ടി ചർച്ചകൾ നടത്തിയതും സംഘപരിവാറായിരുന്നു. പറഞ്ഞാ മതി, ആലോചിച്ച് പതിയെ പിന്നീട് പറഞ്ഞാലും മതി കേട്ടോ. നമുക്ക് വളരെ ധൃതിയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞുകൊള്ളണമെന്ന്, നിങ്ങൾ പറയണമെന്ന് നിർബന്ധമില്ല. ഞങ്ങൾ പറയും. കാരണം നമുക്കാരെയും പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറയും.
പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും സ്വന്തം ജനതയോട് മുന്നറിയിപ്പ് നൽകിയതിന്റെ പേരിൽ ആ മനുഷ്യന്റെ നാവറുക്കണമെന്നും തലയറുക്കണമെന്നും പറഞ്ഞ് കൊലവിളി മുഴക്കിയതും കേസെടുപ്പിക്കാൻ പോലീസ് വരാന്തയിൽ നിന്നിട്ട് പോലീസുകാരുടെയും ജഡ്ജിന്റെയും ഒക്കെ വീടുകളിലേക്ക് മാർച്ച് നടത്തിയത് സംഘപരിവാറായിരുന്നു മുറിയന്മാരെ. കാസർഗോഡ് ഒരു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന മതമനോരോഗി, ആ വൈറസ് ബാധിച്ച പേപ്പട്ടി ആദ്യം പുൽക്കൂട് എടുത്തുകൊണ്ടുപോയി തകർക്കുന്നു. പിന്നീട് ബൈബിൾ എടുത്തുകൊണ്ടുപോയി ഡീസൽ ഒഴിച്ച് കത്തിച്ച് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. ആരാ? മുഹമ്മദ് മുസ്തഫ സംഘപരിവാറുകാരനാണോ? നരേന്ദ്രമോദിയുടെ ഇടംകൈയാണോ? സപ്പോർട്ടറാണോ? ഹലാൽ മാംസം അല്ലാഹു എന്ന് പറയുന്ന ഗോത്രദേവന്റെ പേരിൽ അറുത്തതാണെന്നും അത് നിങ്ങൾ കഴിക്കരുത് എന്നും ക്രിസ്തുമസിന്റെ ദിവസം നിങ്ങൾ ഹലാൽ ബഹിഷ്കരിക്കണമെന്നും സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വന്നു. അദ്ദേഹം കുർബാനക്കിടയിൽ പള്ളിയിൽ പ്രസംഗിച്ചതാ. ആ സമയത്ത് ആന്റണി തറേക്കടവിൽ അച്ഛന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞ് കൊലവിളി മുഴക്കി അദ്ദേഹത്തെ കേസിൽ കുടുക്കിയത് സംഘപരിവാറുകാരായിരുന്നു മുറിയന്മാരെ. ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങള് 80% മുസ്ലിങ്ങളിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് മറ്റു വിഭാഗങ്ങളെയൊക്കെ അതിൽ നിന്നും ആട്ടിപ്പായിപ്പിച്ചത് സംഘപരിവാറുകാരായിരുന്നു മുറിയന്മാരെ. നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് അവതരിച്ചിട്ടാണോ മുറിയന്മാരെ ഇത്തരം നിയമങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കിയത്? ലവ് ജിഹാദിനെതിരെ തന്റെ ജനതയെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്ന് ബോധവൽക്കരണം നടത്തിയതിന്റെ പേരിൽ ഒരു വൈദികനെ വാഹനമിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചത് മുറിയന്മാരെ നിങ്ങളാണ്. താടിയും തലപ്പാവും ധരിച്ച സമാധാന മതത്തിന്റെ സന്ദേശവാഹകരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്ന സമീപനങ്ങൾ മുന്നോട്ടെടുക്കുന്നത് നാളത്തെ സ്വർഗത്തിനു വേണ്ടി നീയൊക്കെയാണ്. ഹിജാബ് വിഷയത്തിന്റെ പേരില് ഒരു വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞുവെച്ച് മാപ്പ് പറയിപ്പിക്കുക. എന്തുവാ? സ്കൂളിൽ ഒരു പരിപാടി, മൈമ്. ആ സമയത്ത് കുട്ടികൾ പർദ്ദയിട്ടുകൊണ്ട് ഏതോ ഒരു വേഷം കാണിച്ചു. പ്രച്ഛന്ന വേഷം എന്തെല്ലാം കെട്ടാറുണ്ട് നമ്മള്. ജീവിതമേ ഒരു നാടകമാണ്. ഏതെല്ലാം വേഷങ്ങൾ കെട്ടി ആടുന്നു ഓരോരുത്തര്. ഇന്നലെ വരെ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഇന്നതാ ഇസ്ലാമിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്ത് അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് അതിന്റെ സംരക്ഷകരായി എത്രയോ പേരും അറിയിരിക്കും. ആ കാപട്യക്കാരെ ഒന്നും ഇവര് കാണത്തില്ല. എന്നിട്ട് പർദ്ദ വാങ്ങിച്ച്, പർദ്ദ വിപണിയിൽ ആര് പോയാലും പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഉൽപ്പന്നമാണ്. അതാർക്കും ഇടാം, എന്തേ കുഴപ്പം? എന്നിട്ട് ആ പ്രധാന അധ്യാപകനെയും അധ്യാപികയെയും ഒക്കെ തടഞ്ഞു വെച്ച് പീഡിപ്പിച്ച് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. അത് സംഘപരിവാറല്ല, മുറിയന്മാര്. അന്ന് ഞങ്ങൾക്കും അതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവരവിടെ വീഴുമായിരുന്നു. ഗുജറാത്തുകാർ എഴുന്നേറ്റ് നിന്നപ്പോൾ പിന്നീട് ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഒരു അട്ടഹാസം ഗുജറാത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടാവും. അപ്പോ പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞത് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന വൈറസ് ബാധിച്ചവനാ. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് അവരുടെ മതവികാരം വ്രണപ്പെടുത്തി അവരെ കലാപകാരികളാക്കാൻ ശ്രമിച്ചത് മുറിയന്മാരെ നിങ്ങളാണ്. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കുരിശിനു മുകളിൽ കയറിയിരുന്ന് ഒരു മതവിഭാഗത്തെ എത്രമാത്രം ചവിട്ടിത്തേക്കാമോ
അത്രമാത്രം ചവിട്ടിത്തേക്കുകയും അവരെ അപമാനിക്കുകയും അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുകയും ചെയ്തത് മുറിയന്മാരെ നിങ്ങളാണ്. ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് ഏതാനും ദിവസങ്ങൾ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം പോലും തടയത്തക്ക രൂപത്തിൽ സ്കൂളിന് പൂട്ടിടേണ്ടി വന്നത് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു തീവ്ര വിശ്വാസിയായ പെൺകുട്ടിക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ട് തൂറാമുട്ടുന്നത് പോലെ വന്നിരിക്കണമെന്ന് പറഞ്ഞ് തർക്കിച്ചതിന്റെ പേരിലാ. SDPIക്കാരുമായിട്ടാ വന്ന് കയറിയത്. എനിക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് അവന്മാരുടെ കൂടെ തന്നെ ബൈ പറഞ്ഞ് TC വാങ്ങി പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? കന്യാസ്ത്രീ നിവർന്നു നിന്നു. കന്യാസ്ത്രീ ഉറച്ചു നിന്നു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ഉമ്മാക്കിയൊന്നും കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഈ സ്ഥാപനത്തിനൊരു റൂളുണ്ട്. എന്റെ തല പോയാലും ശരി, ഈ സ്ഥാപനത്തിന്റെ റൂള് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഞാൻ സുപ്രീം കോടതി വരെ പോകുമെന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് ഹിജാബ് വേണം, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം നിർമ്മല കോളേജില്. ഇതൊക്കെ സംഘപരിവാറുകാരായിരുന്നു. മുഹമ്മദ് നബിക്ക് കാലം ഇതുവരെയായിട്ട് മര്യാദയ്ക്കൊരു വാപ്പയില്ലാതിരിക്കെ യേശുവിനെ പിഴച്ചു പെറ്റവനെന്ന് പറഞ്ഞ് അപമാനിച്ചത് സംഘപരിവാറുകാരായിരുന്നോ? മര്യാദയ്ക്ക് നിങ്ങൾ ആദ്യം മുഹമ്മദ് നബിക്ക് മര്യാദയ്ക്ക് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാപ്പയെ കൊണ്ടുവാ എന്ന് പറഞ്ഞത് തെറ്റാണോ? മുഹമ്മദ് നബിയുടെ വാപ്പയാരാണ്? അബ്ദുള്ളയാണ് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോഴും ആ അബ്ദുള്ള മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ട് ആമിന പ്രസവിച്ച കുട്ടിയല്ലയോ മുഹമ്മദ്? അല്ലയോ? അപ്പോ നമ്മുടെ കണ്ണിൽ തന്നെ കോല് കിടക്കുമ്പോൾ നിങ്ങൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകുക. ആദ്യം നിങ്ങൾ മുഹമ്മദ് നബിക്ക് മര്യാദയ്ക്കൊരു വാപ്പയെ കൊണ്ടുവന്ന് നിർത്തുകയാണ് മാന്യത. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുൽ മുത്തലിബ് എന്നൊരു വാപ്പയും അബ്ദുള്ള എന്ന ഒരു മകനും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലു ആ പെണ്ണ് കാണാൻ. വാഹിബ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക്. എന്തിനാ പോകുന്നത്? മോന് പെണ്ണ് കാണാൻ പോയതാ, അബ്ദുള്ളക്ക് പെണ്ണ് കാണാൻ പോയതാ. ആ വീട്ടില് ഈ വാഹിബ് എന്ന് പറയുന്ന വാഹിബിന്റെ മകളെ സ്വന്തം മകൻ ആലോചിക്കാൻ പോയ വാപ്പയ്ക്ക് വാഹിബിന്റെ സഹോദരിയുടെ മകളെ കണ്ടപ്പോഴും കുരു പൊട്ടി. സൗന്ദര്യം വീക്ക്നെസ് ആണല്ലോ നമ്മുടെ. മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയാലും ഉദ്ധരിച്ച ലിംഗവുമായി അതിന്റെ പിന്നാലെ പോകുന്ന ഈ വർഗം ഇന്നും ഗതി പിടിക്കാതിരിക്കുന്നത് അതുകൊണ്ടാ. തീവണ്ടിയിലിരുന്ന് ഉസ്താദുമാര് സ്വയം ഭോഗം ചെയ്യുന്നത് എന്തുകൊണ്ടാ സവാതടിയന്മാരുണ്ടാകുന്നത്? ഇതുകൊണ്ടാ. ഒരു പെങ്കൊച്ച് ട്രെയിനിൽ കയറിയതാ. ചെറിയ ഉസ്താദും വലിയ ഉസ്താദുമാരും എല്ലാവന്മാരും ഉണ്ട്. അപ്പോഴേക്ക് ആ കൊച്ചിന്റെ തോളോ കയ്യോ എവിടെയോ ഒരു ഭാഗം കണ്ടു. അപ്പോഴേക്ക് ഉസ്താദിന്റെ ലിംഗം എഴുന്നേറ്റു. ഉസ്താദ് ഒറ്റമുണ്ടിനകത്തൂടെ ഒന്ന് കുലുക്കാൻ നോക്കി. കൊച്ചു വീഡിയോ പിടിച്ച് പുറത്തിട്ടു. മാനമുള്ളവർക്കേ മാനം പോകും. പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് കുരുക്കളെല്ലാം. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മകനെയും കൂട്ടിപ്പോകുന്നത് വാഹിബിന്റെ മകളെ കെട്ടിക്കാനാണ്. വാഹിബിന്റെ വീട്ടിൽ വരുന്നു. വാഹിബിന്റെ മകൾ ഹല, വാഹിബിന്റെ മോള്. വാഹിബിന്റെ മോൾ ഹല. വാഹിബിന്റെ മോള് ഹലയെ കണ്ടപ്പോഴേക്ക് അബ്ദുൽ മുത്തലിബിന് ഒരാഗ്രഹം, എന്നാ പിന്നെ കെട്ടിയാലോ.